ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പത്തിനും ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കഴുകിയെടുത്തിട്ടുള്ള തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പഴുത്ത തക്കാളി അരിഞ്ഞത്, 14 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 7 വിസിൽ വന്നോട്ടെ. ഇപ്പോൾ ഇതാ 7 വിസിലൊക്കെ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇതാ പരിപ്പും വെജിറ്റബിൾസൊക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്മാഷർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുള്ള വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇത് ഉടച്ചെടുത്തപ്പോൾ കണ്ടോ, ഇതെല്ലാം നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവിയായി മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിത് ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 2 വറ്റൽമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഉള്ളി കണ്ട നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമാവണം. ഇനി ഇതിലോട്ടൊരു 5 വെണ്ടയ്ക്ക മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് വെണ്ടയ്ക്ക നല്ല പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുക്കർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ കറി തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഉലുവാപ്പൊടിയും കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുള്ള സാമ്പാർ റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത ഈ ഒരു സാമ്പാറിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഒരിക്കൽ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി സാമ്പാർ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.